വയസ്സുകാർ എത്ര പ്രായം വരെ തുടങ്ങുക? മധ്യവയസ്സകൻ എന്ന് പറഞ്ഞാല് 40 വയസ്സ് മുതലാ? 35 ശേഷം, 40 ശേഷം. ആണുങ്ങൾ ഒരിക്കലും അതിനെ വെച്ചൊക്കെ പാടില്ല, പെണ്ണുങ്ങൾക്ക് പിന്നെ വെക്കാം. ചായ എങ്ങനെ വെച്ചാ പണിയല്ലോ. ചായ മാത്രം പോരാ, ഈ എന്റെ ഫോണിന്റെ കൈ കൊണ്ടാ കേട്ടോ. എന്നിട്ട് നമുക്ക് കൊറേ നേരമായി പരിപാടി കേട്ടോ. ഞാൻ നേരെ വൈകിച്ചു, കൊറേ നേരമായി പറഞ്ഞെന്നെ പറഞ്ഞു. ഞാൻ നേരെ വൈകിച്ചു. ആളാണ് നേരെ പേപ്പിച്ചേ. ആയിക്കോട്ടെ, മൂന്നൽപ്പിച്ചിന് സമ്മതിച്ച് നേരെ പേപ്പിച്ചേ. ഇല്ല സമ്മതിച്ച് ന്യായീകരിച്ച കൊറേ നേരമായിട്ട് പറഞ്ഞിട്ട് കൊറേ നേരമായിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ആശയവിനിമയ ദാരിദ്ര്യം എന്തൊരു ചളിയാണിത്. ചെറിയ ചളിയോ പിന്നെ മെയിൻ ആവണ്ട കേട്ടോ, ആളാവണ്ട കേട്ടോ, ടോപ്പാവണ്ട. ഇജാണ് നേരെ പേപ്പിച്ചത്. എന്തേ ആയിക്കോട്ടെ, ഞാൻ ഒരു നേരം അമ്പലക്കുട്ടിനെ കൊണ്ടുവരാൻ പോട്ടെ കേസ്. അമ്പലക്കുട്ടിനെ നേരത്തെ ഇറക്കാണ് സ്കൂളിൽ. കുറച്ചുകൂടി നേരത്തെ ഇറങ്ങേണ്ടി ഇനി ഐശ് നേരെ പേപ്പിച്ച ഗ്രൗണ്ടിൽ ഇറക്കാൻ കൊടുക്കൂലേ. നേരത്തെ കൊണ്ടുവരാൻ വന്നിട്ട് ഷാറില്ലാത്ത പിന്നെന്താ പ്രശ്നം? എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ചെറിയൊരു പ്രശ്നം, കുഞ്ഞു പ്രശ്നം. എന്തോ പ്രശ്നം പറ്റിയേക്കാം. സർപ്രൈസ് സർപ്രൈസ് ആയോ കുട്ടി? അയ്മക്കുട്ടി ഇവളെന്താ മുണ്ടാത്ത? ഉച്ചക്ക് ഫുഡ് കഴിച്ചില്ല തോന്നുന്നുണ്ട് സ്കൂളിൽ. വിളിച്ചാ അയ്മക്കുട്ടി സ്കൂളിൽ നിന്ന് ഫുഡ് കഴിച്ചില്ല? ചോദിച്ചില്ല. എന്താ കഴിച്ചേ? ചോറ്. പിന്നെ ചോദിച്ചു കൂട്ടാനി? പിന്നെ സാമ്പാർ കറി. പിന്നെ അപ്പൊ അമ്പിളിക്കുട്ടി ഉഷാറില്ലാത്തോണ്ട് നമ്മള് അമ്പിളിക്കുട്ടിനെ സ്കിപ്പ് ചെയ്തിട്ട് ഇപ്പൊ അമ്പിളിക്കുട്ടിനെ ഞാന് എന്റെ വീട്ടിലാക്കി പാലത്തിനാക്കിയിട്ടുണ്ട്. ആ വണ്ടി നമ്പർ എന്താ? അങ്ങനെ ആ വണ്ടി ഒരു വെറൈറ്റി ആയിട്ട് കൊടുത്തതാണ്. അങ്ങനെയും കൊടുക്കാം, അങ്ങനെയും കൊടുക്കാം. ഫൈൻ വരും. ഇങ്ങനെ ഫൈൻ വരും? ഇതിനകത്ത് ഫൈൻ വരാനില്ല. എങ്ങനെ പോയാലും നമുക്ക് ഫൈനാണ്. ശരി, ഓക്കെ ഓക്കെ. ഓയ് ഞാൻ സംഭവല്ലേക്കാ മായൊക്കെ പെയ്യും വിചാരിച്ചു. ഇജി നിക്കാന്ന് വിളിക്കുമ്പോ എനിക്ക് ഒരുപാട് പ്രായം ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. പ്രായമില്ലേ? എനിക്ക് എത്ര കാലം പ്രായമുണ്ട്? വിചാര പ്രായമൊന്നുമില്ലാന്നാ. സങ്കടായിട്ടോ. മധ്യവയസ്കരാണ്, മധ്യവയസ്കർ യുവത്വത്തിൽ നിന്ന് പോയി കേട്ടോ. മധ്യവയസ്കൻ എത്ര പ്രായം വരെ തുടങ്ങുക? മധ്യവയസ്കൻ എന്ന് പറഞ്ഞാല് 40 വയസ്സ് മുതലാ? 35 ശേഷം, 40 ശേഷം. 40 ശേഷം. വയസ്സനാവല് 60 ശേഷം. പിന്നെ അതിന് താഴോട്ട് എന്താ? മധ്യവയസ്സിന്റെ താഴോട്ട് എന്താ? യുവത്വോ? യുവാവ്. ഞാൻ ഇപ്പൊ യുവാവാണ്. ഓക്കെ ഐശോ, ഇന്ന് നേരെ വൈകിയാളെ ബുക്കിംഗ് നല്ല ആയി കഴിഞ്ഞിട്ട് പൂർണ്ണ ഉത്തരവാദിത്തം 2000 കിട്ടും. സത്യാവസ്ഥ നമുക്കറിയാം. പൈസ പോയിട്ടുള്ള കളി നമ്മളെ പൈസ വളരെ വിലപ്പെട്ടതാണ്. അത് വെച്ച് നമ്മൾ വെച്ചേക്കാൻ പാടില്ല. ഞാൻ ആണുങ്ങൾ ഒരിക്കലും അതിനെ വെച്ചേക്കാൻ പാടില്ല, പെണ്ണുങ്ങൾക്ക് പിന്നെ വെക്കാം. കണ്ണീരിൽ മുങ്ങി ഞാൻ. ഐശോ മഴയല്ലോ ഐശോ. ഞാൻ മഴ ഉണ്ടാവും, മഴത്ത് ഇങ്ങനെ പോവാ, ഇങ്ങോട്ട് ചായ ഒക്കെ വാങ്ങിപ്പിക്കാന്നൊക്കെ. കഥൊന്നും അറിയില്ല. അങ്ങോട്ട് ചായ കുടിക്കാം. ഓക്കെ, ചായ വാങ്ങി തരുമോ? ചായ എങ്ങനെ വെച്ചാ പണിയല്ലോ. ചായ മാത്രം പോരാ, എനിക്ക് വിശക്കുണ്ട്. അപ്പൊ ഞാൻ ചായ കുടിക്കാം. ചായ മാത്രം പോരാ, അതിനൊപ്പം എന്തെങ്കിലും അതും വേണം. ചായ വെറുതെ പറയുന്നത്. ചായ കടിയല്ലെങ്കിൽ ഉദ്ദേശിച്ചേ ചായ കടി കുടിക്കണേ എന്താ പ്രശ്നം? കടി പറഞ്ഞാൽ എങ്ങനത്താണ്? സമൂസ, പഴംപൊരി, അല്ലെങ്കിൽ കൂടുതലും പോയാൽ ഒരു പെപ്സി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലേ ഉദ്ദേശിച്ചേ? അല്ലാതെ വേറെ അൽഫാം കടി, ബ്രോസ്റ്റ് കടി ഒന്നും ഉദ്ദേശിക്കണില്ലല്ലോ. ഉദ്ദേശിച്ചാലോ? ഉദ്ദേശിച്ചാലേ ഉദ്ദേശിക്കാന്നെ. ഉദ്ദേശിച്ചാ വാങ്ങുവോ? ഉദ്ദേശിച്ച വാങ്ങുമെന്ന് കഴിച്ചാല് വാങ്ങൂല. ഈ എന്റെ ഫോണിന്റെ കൈ കൊണ്ടാ എന്നിട്ട് നമുക്ക് എന്താ പറ്റാതെ? എന്താ നമ്മളെ ഒരു സാധനം ആഗ്രഹിച്ചു കഴിഞ്ഞാല് അത് തീപിടുത്തണ്ടായോ?
തീപിടിച്ചൊന്നല്ല, അവിടെ ബേക്കറി എന്തൊരു പോലെ ചിപ്സ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കൂലേ, അതിന്റെ പുഹ. ഓക്കെ ഞങ്ങൾ 2 മണിക്ക് പോണെന്ന് പറഞ്ഞ ആൾക്കാരെ 4 മണിക്ക് എങ്ങനെ നേരം വേപ്പിച്ചേ? കൊറേ നേരമായി പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ നേരെ വഹിച്ചു. കൊറേ നേരമായി പറഞ്ഞ എന്നെ അങ്ങനെ പറയുന്നത്. ഞാൻ നേരെ വഹിച്ചു ചൂടാവോ? ഞാൻ ചൂടാവുന്നില്ല. നല്ല നേരെ വേപ്പിച്ചേ. ആയിക്കോട്ടെ മൂന്നൽപ്പിച്ചേ സമ്മതിച്ച് നേരെ വേപ്പിച്ചേ ഇല്ല സമ്മതിച്ച് ന്യായീകരിച്ച കൊറേ നേരമായിട്ട് പറഞ്ഞിട്ട് കൊറേ നേരമായിട്ട് ഞാൻ നേരെ മേയിച്ചിട്ടില്ല. നിനക്ക് നല്ല പൂർണ്ണ ഉത്തരവാദിത്തം, പൂർണ്ണ ഉത്തരവാദിത്തം, പൂർണ്ണ ബോധ്യമുണ്ട്. പൂർണ്ണ ഉത്തരവാദിത്തല്ലേ? പൂർണ്ണ ബോധ്യം. ജിത്തൂര് തട്ടുകടയാണുള്ളത്. പാടിവിലാലെന്ന പൂങ്കുഴിയിലെ പണ്ട് പാവനായി. അതുകൊണ്ട് ഞാനും മൈസൂർ പാട്ട് പാടുന്നു. പാടിച്ചു എടാ, നമുക്ക് അവിടെ തന്നെ പാട്ടേക്ക് ഇറങ്ങി വെച്ചോ. ചേട്ടാ അവിടുന്ന് പാലത്തുമ്മ കയറാനൊന്നും കഴിയൂല. അവിടുന്ന് നേരെ പാലത്തുമ്മക്ക് കയറിയ പോലെ നമുക്ക്. അയ്യോ പിന്നെന്താ, അവിടുത്തെ കഴിയൂലല്ലോ. കഴിയൂല. കൊറേ കാലം മുമ്പ് പൂയാട് പാലം, പുതിയ പാലം പൊളിഞ്ഞാടി. ഇപ്പൊ ആ പാലം ഉഷാറായിട്ട് പണിത് മേക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ അതിലൊരു വണ്ടി പോലെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് അതിനൊക്കെ കയറാൻ കഴിഞ്ഞില്ല. ഈ ഏത് ഓട്ടോട്ടെ ചോദിച്ചോ? ഇപ്പൊ ഇവിടെ കാണില്ല. അപ്പുറത്തുണ്ട് വെള്ളം പോകാനുള്ള കാരം പാലത്തിന്. പാലത്തിനകത്തല്ല, പാലത്ത് 10 ആന വെള്ളം പോലെ. ആയിഷുവിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ക്യാമറ ഓണാക്കി അവക്കൊന്നും കാര്യമായിട്ട് പറയാനിട്ടിരിക്കണം. ഇന്നത്തെ പ്രശ്നമാണ് കേട്ടോ. മൊത്തത്തിൽ അങ്ങനെ എല്ലാം ഉണ്ടാവല്. പ്രശ്നോ ഇവിടെ ഇങ്ങനെ വിശ്വാസം ഉണ്ടോ? കണ്ണൂരിലോ ഫുള്ള് ഡ്രൈവിംഗിൽ കോൺസെൻട്രേഷൻ. അല്ല ഞാനേ ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങള് കോട്ടയ്ക്ക് പോവാണ്. നമ്മുടെ ഐശ്വര്യ ഡോക്ടറെ കാണിക്കാൻ പോവാണ്. ഐശ്വര്യ ഡോക്ടറെ കാണിക്കുന്ന ഒരു വൈബാക്കി എടുത്തിരിക്കുകയാണ് സംഭവത്തില്. കുറച്ച് ദൂരം ഉണ്ടല്ലോ, കൊണ്ടോട്ടിന്ന് കോട്ടയ്ക്കെത്താനല്ലോ. ഐശോ, നമ്മള് ഏതാനും നിമിഷങ്ങളെ കൊണ്ട് കോട്ടയ്ക്കിലെത്താനായി. ഇപ്പൊ നമ്മള് കക്കാട് എത്തിയിട്ടുണ്ട്. ഞാനൊരു സംശയം ആയിക്കോട്ടെ ഐശോ, നമ്മളെ വണ്ടി മുമ്പൊക്കെ ക്യാമറ പിടിച്ചേ നമ്മളിങ്ങനെ പോകുമ്പോ ഈ നമ്മളെ കാർ ഇപ്പൊ ഈ ലൈനിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നിക്കണ പോലെ തോന്നുന്നുണ്ട്. പക്ഷെ അപ്പൊ നമ്മള് വലിയ വണ്ടികൾ പോകണ്ടല്ലോ, അപ്പോഴും ഇതേമാതിരി നിക്കുക. ഞാൻ ചിന്തിച്ചത് അപ്പൊ വലിയ വണ്ടിക്ക് ഈ വെള്ളം വരെ കറക്റ്റ് ആവൂല. ചെറിയ ലോറി ഉണ്ട്, ബാക്കിൽ ഒരു ബസ് ഉണ്ട്, അതിൽ നോക്കിയാലോ സ്ലോ ആക്കിയാണ്ട് പോരെ. ഒരു വലിയ കാറിന് പോണേ സൈഡിൽ കൂടെ കുറച്ചുകൂടെ പോണം. അതല്ലേ ഇന്നോവ സ്ഥലം കുറെ ബാക്കിണ്ടല്ലോ. ഇട്ട് പറടാ, കറക്റ്റ് തിരിയല്ലേ കോട്ടയ്ക്ക് തിരിയല്ലേ. ഒരു റോഡിന് നേരെ കൊച്ചി കിട്ടാലോ. കൊച്ചിപ്പത്തേക്ക് കിലോമീറ്റർ ഉള്ളു ഇഷ്യോ. സംഭവത്തിന് നമ്മളിപ്പോ വിട്ടായില്ലേ പെട്ടെന്ന് കൊച്ചിയിലെത്താം. നല്ല രസമല്ലേ കാണാൻ കാഴ്ചകള്. നമുക്ക് ചെയ്യാനുള്ള സ്ഥലം കഴിഞ്ഞു. അല്ല ഗൈസ്, നമ്മളെ കോട്ടയ്ക്കോ അതേമാതിരി ഈ ബൈപ്പാസ് ഉണ്ടല്ലോ, ഇവിടെ പോകുമ്പോ കോട്ടയ്ക്കല് തൃശ്ശൂർ റോട്ടില് ഈ കോട്ടയ്ക്ക് തിരിയുന്ന റോഡിന്റെ അവിടെ ഇങ്ങനെ കാണാൻ വൈബ് ഉണ്ട് ഗൈസ്. അടിപൊളി വൈബ്. നല്ല രസല്ലേ? അടിപൊളിയാണ്, അടിപൊളി വ്യൂ ആണ് നമ്മളെ ഈ പുതിയ NH നോക്കുമ്പോ കേട്ടോ. പക്ഷെ നമുക്ക് ഇനി ഇവിടുന്ന് കോട്ടയ്ക്ക് തിരിയണം. അപ്പൊ ആ വ്യൂ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് ഗൈസ്. ഇവിടെ ഈ റോഡ് വന്നാലേ നമ്മൾ എറണാകുളം പോയി ശേഷം നമുക്ക് വല്ലാതെ വൈകാതെ ഒന്ന് പോകും കേട്ടോ. ബ്ലോഗിൽ കാര്യമായിട്ട് എന്താ സംസാരിക്കേണ്ടതെന്നൊന്നും കിട്ടുന്നില്ല. ആശയവിനിമയ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ആശയവിനിമയ ദാരിദ്ര്യം. എന്തൊരു ചളിയാണിത്, ചെറിയ ചളിയൊന്നല്ലോ. എന്തൊരു ഉറപ്പിക്കലോ. ആശയവിനിമയം നടത്താത്തത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ആശയവിനിമയ ദാരിദ്ര്യം അങ്ങനെയല്ലേ ഈ പറഞ്ഞേ? കണ്ടന്റ് ദാരിദ്ര്യം അങ്ങനെ പറയാം. അപ്പൊ ഗൈസ്, ഞങ്ങൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നില്ല, ചിലപ്പോ അഞ്ഞു കൊടുക്കും. ഈ എല്ലാ വ്ളോഗിലും പറയലുണ്ട്, പിന്നെ എടുക്കലില്ല. ആകെ ഒരു വ്ളോഗിലായിട്ട് അങ്ങനെ എടുത്ത്
എടുക്കുകയാണെങ്കിലോ അഥവാ അത് പതിവേ ഐഷ വീഡിയോ എടുക്കും പിന്നെ നമ്മള് ഒരു വൈൻഡപ്പ് പിന്നെ എടുക്കണ്ടല്ലോ. ഗൈസ് ഐഷ വീഡിയോ എടുക്കും. എനിക്ക് ചടച്ച്. ബൈ ബൈ ബൈ. നിങ്ങൾക്ക് ചടിച്ചോണ്ട് എനിക്കും ചടിച്ച്. അത് ശരി. ബൈ. ഈ കഫേ ഓർമ്മ നിങ്ങൾക്ക്